ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊരു ഫ്രൂട്ട് കസ്റ്റേർഡ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് പാൽ. കയ്യിലുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാലെടുത്താൽ അല്പം കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കസ്റ്റേർഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 1/2 ലിറ്റർ പാലും ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും 1/2 കപ്പ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ വനില ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, 3 ടേബിൾ സ്പൂൺ ഞാൻ ഈ കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ എടുക്കുന്ന സമയത്ത് സ്പൂണിൻ്റെ ഫുള്ളായിട്ട് എടുക്കാണ്ട് ലെവലായിട്ട് എടുക്കണം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇതിന് പകരമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂണാണ് ആവശ്യമുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും, നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി ഈ കണ്ടൻസ്ഡ് മിൽക്കും പാലും നന്നായിട്ട് കലക്കിയെടുക്കണം. നല്ലപോലെ കണ്ടൻസ്ഡ് മിൽക്ക് കലങ്ങി വന്നാൽ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് മീഡിയം തീയിൽ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫുൾ തീയിൽ വെക്കണ്ട, മീഡിയം തീയിൽ വെച്ച് തന്നെ ഇത് തിളപ്പിച്ചെടുക്കുക. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ചെറുതാക്കി കൊടുക്കണം, വളരെ ലോയിലാക്കി കൊടുക്കണം. അതിനുശേഷം കലക്കി വച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇനി ഒരു 3 മിനിറ്റ് ഇത് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. ആദ്യം നന്നായിട്ട് കട്ടിയാവും, എന്നിട്ട് അല്പം ലൂസാവും. അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ചെറിയ തീയിൽ 3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. ആ സമയത്ത് നന്നായിട്ട് ഇത് കുക്കായി കിട്ടും. ഇവിടെ നന്നായിട്ട് കട്ടിയായി, അതേപോലെ അല്പം ലൂസായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. റൂം ടെമ്പറേച്ചറിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതേപോലെ ഇതിനാവശ്യമുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതും നേരത്തെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഞാനിവിടെ 8 ഗ്രാമിൻ്റെ ഒരു ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിൽ അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ നല്ലപോലെ മെൽറ്റാക്കി എടുത്തു. നന്നായിട്ട് അലിഞ്ഞ് വെള്ളം പോലെ ആവണം. ആ പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം. ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് ഒഴിച്ചിട്ടുള്ളത്. 2 പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 കളറിന് വേണ്ടി ഞാൻ 2 ഫ്ലേവറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒന്ന് സ്ട്രോബെറിയുടെ എസൻസാണ്, മറ്റൊന്ന് പൈനാപ്പിളിൻ്റെ എസൻസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ മിക്സാക്കി ഈ കളർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കലക്കിയെടുക്കണം. ഇനി പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുണ്ടല്ലോ, അതും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി നല്ലപോലെ സെറ്റ് ചെയ്യാൻ വെക്കുക. ഇനി നേരത്തെ തണുക്കാൻ വെച്ച കസ്റ്റഡി ഇപ്പോൾ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഒന്നുകിൽ എഗ് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ട്രേയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. നല്ല ക്രീമി ആയിട്ട് കിട്ടും ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്താൽ. ഇനി ഉണ്ടല്ലോ, ഇതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ 1 ആപ്പിൾ, 1 അനാറിൻ്റെ പകുതി, ഒരു 6 സ്ട്രോബെറി ചെറുതായി അരിഞ്ഞത്, 10 കറുത്ത മുന്തിരി, 10 ഗ്രീൻ കളർ മുന്തിരി ഉണ്ടല്ലോ, രണ്ടും സീഡ്സ് ഇല്ലാത്തത് ചേർത്ത് കൊടുക്കണം. പിന്നെ പഴത്ത 1 നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഭാഗം ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി അതും ചേർത്ത് കൊടുത്തു. 20 ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞും, അതേപോലെ തന്നെ 1/4 കപ്പ് നട്ട്സും കൂടി ചേർത്ത് കൊടുത്തു. ബദാം, കാഷ്യൂനട്ട്, കിസ്മിസ്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ടിത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നേരത്തെ ജെല്ലുണ്ടല്ലോ, ഫ്രിഡ്ജിലും വെച്ച് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുഴുവൻ വേണമെങ്കിൽ മുഴുവനും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പകുതി ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ 2 കളറാകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇനി നിങ്ങൾക്ക് 2 കളർ വേണ്ടാന്നുണ്ടെങ്കിൽ 1 കളർ ചേർത്ത് കൊടുക്കാം. അതല്ല ഈ ജെല്ലി മിക്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഉണ്ടല്ലോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ കളർഫുള്ളായി കണ്ടാൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. കുറച്ച് അനാറും ഫ്രൂട്ട്സും അതേപോലെ നട്ട്സെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
വീണ്ടും ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. ഈ കസ്റ്റേർഡ് കഴിക്കുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടാവണം. ഒരു അരമണിക്കൂർ ഇനി ഫ്രീസറിൽ വെച്ചാൽ മതി, നല്ലപോലെ പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ് ഗൈസ്. അളവുകളുണ്ടല്ലോ കറക്റ്റ് ആയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കസ്റ്റേർഡ് പൗഡർ കൂടിപ്പോയാൽ കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അതിന് പകരമായിട്ട് അരക്കപ്പ് പാൽപ്പൊടി ഉണ്ടല്ലോ, കുറച്ച് പാലിൽ കലക്കി അതും കൂടി ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.